ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ട്രിപ്പ് പോകുന്നതിന് മുന്നേ ഉള്ള പാക്കിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ട്രിപ്പ് വേറെ എങ്ങോട്ടും അല്ല, വേളാങ്കണ്ണിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും മമ്മിയും ആം, സാഞ്ചേട്ടനും പിന്നെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട 2 പേരും കൂടെ ചേർന്നാണ് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകുന്നത്. വേളാങ്കണ്ണിയിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരിട്ട് ട്രെയിനില്ല. അപ്പോൾ എറണാകുളത്ത് പോയിട്ട് എറണാകുളത്ത് നിന്നാണ് നാഗപട്ടണത്തോട്ട് ട്രെയിന്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രെയിനിൽ തന്നെയാണ് എറണാകുളത്തോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി എനിക്ക് വീഡിയോയിൽ ഒരുപാട് ഇങ്ങനെ വേളാങ്കണ്ണിയെക്കുറിച്ചും ഇതൊന്നും എനിക്ക് അധികം കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അങ്ങ് മറന്നു പോവുകയാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇപ്പം ഇതിങ്ങനെ എടുക്കാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ എല്ലാ ഇതും കൊണ്ടാണ് പോയത്. വീഡിയോ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി. പക്ഷേ മറന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ ഒന്നും ക്ലിപ്പിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഇടുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേളാങ്കണ്ണിയിലോട്ട് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 2 ട്രെയിൻസ് ഉണ്ട്. ഒന്ന് എറണാകുളത്ത് നിന്ന് കാരക്കൽ ട്രെയിനുണ്ട്. പിന്നെ ഒരെണ്ണം കൊല്ലത്തൂന്ന് ഉണ്ട് കേട്ടോ. കൊല്ലത്തൂന്ന് പോകുന്ന ട്രെയിൻ നേരിട്ട് വേളാങ്കണ്ണി വരെ പോകും കേട്ടോ. അങ്ങനെ 2 ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും യാത്രയിലൊക്കെ പോകുന്നതിന് മുന്നായിട്ട് എനിക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേലും വീടിങ്ങനെ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ഷീറ്റൊക്കെ അന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി നന്നായിട്ട് പുതിയതൊക്കെ വിരിച്ച് പിന്നെ വീടും കിച്ചണൊക്കെ നന്നായിട്ട് കിച്ചൺ ക്ലീനിങ് ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് മാത്രം ഞാൻ അവിടെ പാക്കിങ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേലും വളരെ ടയേർഡായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വീടൊക്കെ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആവും. ഭയങ്കര ഒരു മനസ്സൊക്കെ ഒരു വല്ലാത്ത രീതിയിലാവും. നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കൂടും. പക്ഷേ ഇങ്ങനെ നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴത്തേലാണേൽ അത് കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പോകുമ്പോൾ കഴിവതും ഞാനിങ്ങനെ എപ്പോഴും ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാണേ. അപ്പോൾ ഇവിടെയൊക്കെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ട്രെയിനൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവിടെ ട്രെയിനിൻ്റെ അകത്തും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. മീൻസ് ട്രെയിന് ഭയങ്കര പഴയ ഒരു ട്രെയിനായിരുന്നു. എന്നിട്ട് നമ്മൾ 2 ടയർ എ സി ഒക്കെയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഭയങ്കര ഭയങ്കര ഒരു വൃത്തിയില്ലാത്ത ഒരു ട്രെയിനായിരുന്നു. അതിൻ്റെ അകത്തുള്ള വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് അതൊക്കെ കണ്ടിട്ട് എനിക്ക് എടുക്കാൻ തന്നെ ഒരു മടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചുവേളിയിൽ നിന്നായിരുന്നു കേട്ടോ ട്രെയിന്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുത്തെ ഭയങ്കര തിരക്കായിരുന്നു എന്ന്, ഭയങ്കര തിരക്ക്. ആ തിരക്കാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലോട്ട് കയറുവാണ്. എന്തായിരുന്നിരുന്നാലും ഒത്തിരി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ യാത്രയൊക്കെ നല്ല ഇതായിരുന്നു കണ്ടോ. കൂടെ ഇരിക്കുന്നതാണ് എൻ്റെ എൻ്റെ ചേച്ചി എന്ന് തന്നെ പറയാം. എൻ്റെ ചേച്ചി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്, അനുവാണ്. അപ്പം ഞങ്ങൾ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്തേക്കൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഇതൊക്കെ എടുത്തായിരുന്നു. പിന്നെ ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളവിടെ എത്തി. പിറ്റേ ദിവസം 11:45-നാണ് എത്തിയത്. എത്തിയിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. റൂമിലോട്ടൊക്കെ പോയപ്പോഴത്തേലും ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എടുത്തു റൂമിൻ്റെ അകത്തുള്ള വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഓർമ്മ വന്നപ്പോഴേക്കും കംപ്ലീറ്റ് ഇങ്ങനെ ആകെ മെസ്സി ആയിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും തോന്നിയില്ല. അപ്പം ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചിട്ട് അവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു മേരി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്യൂട്ട്സിലാണ് ഞങ്ങൾ താമസിച്ചത്. നല്ല നല്ല ഒരു ഹോട്ടലായിരുന്നു. മീൻസ്
ഭയങ്കര കംഫർട്ടബിളായിരുന്നു അവിടുത്തെ താമസവും, അവിടുത്തെ റൂമും ഒക്കെ നല്ലതായിരുന്നു. അവിടെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ അവിടുന്ന് ആണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്തതാണ്. പിന്നെ എനിക്കും എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചേച്ചി അനുവിന് ഇതായിരുന്നു, നൊയമ്പായിരുന്നു. പുള്ളിക്കാരി അപ്പോൾ വെജിറ്റേറിയൻ മാത്രമേ കഴിച്ചുള്ളൂ. ഇത് ബാക്കി ഞങ്ങളെല്ലാവരും ഇതൊന്നും ഇത് നോൺ വെജൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ ഒരാഴ്ച മുന്നേ കുമ്പസരിച്ച് എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോയി അങ്ങനെ ഭയങ്കര ഭക്തിയായിട്ടൊക്കെ തന്നെയാണ് പോയത്. പക്ഷേ ഇങ്ങനെ ഒരു ഫുഡിൽ നൊയമ്പൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് സാഞ്ചേട്ടൻ്റെ അടുത്തിരിക്കുന്ന പുള്ളിയാണ് റോയ്ച്ചൻ. റോയ്ച്ചൻ അനുവിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇവരുമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അടുപ്പമാണ് കേട്ടോ. അടുപ്പം എന്നല്ല, ഞങ്ങളുടെ തന്നെ ബന്ധുക്കളെന്ന് തന്നെ പറയാം. അപ്പം അത്രയും ഞങ്ങളുടെ ഒരു ക്ലോസ് ആയിട്ടുള്ളവരാണ്. അപ്പം അവരുമായിട്ട് ഒക്കെയാണ് പോയത് കേട്ടോ. അപ്പം അവരുമായിട്ട് പോയപ്പോഴത്തേലും എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും കൂടെ ആരെങ്കിലും കൂടി ഉണ്ടാകുമ്പോഴത്തേല് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുന്ന ഒരു സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കൂടെ പോകുമ്പോഴത്തേല് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൂടുതലായിരിക്കും. പിന്നെ പള്ളിയിലാണേലും എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പല സ്ഥലത്തും ഇങ്ങനെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നോട്ട് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ നമ്മൾ പിന്നെ അത് എടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇതെൻ്റെ മമ്മിയാണ് കേട്ടോ. അപ്പം മമ്മിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പലയിടത്ത് അനുവിന് വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനു മുഖം കവർ ചെയ്ത് കളഞ്ഞതാട്ടോ. അപ്പോൾ ഇതാണ് റോയ്ച്ചൻ. അപ്പോൾ അങ്ങനെ എനിക്ക് ഫുഡൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവച്ചിരിക്കുന്നതൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിക്കനൊന്നും അല്ല, അത് എന്താ പറയുക, ഗോബി ഫ്രൈ ആണ്, കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെയായിരുന്നു. പിന്നെ നെത്തോലി ഫ്രൈയുമാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. പിന്നെ ഫ്രൈഡ് റൈസും ഇതായിരുന്നു ഞങ്ങൾ ലഞ്ചിനായിട്ട് മേടിച്ചത്. അപ്പം പള്ളിയിൽ അങ്ങനെ അധികമൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഫോട്ടോസ് എടുക്കാവുന്ന കുറേ ഭാഗത്തെത്തുമ്പോഴും നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേല്, ഇതിപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. പള്ളിയിലോട്ട് പോകുമ്പോഴത്തേല് നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, മനസ്സിലെപ്പോഴും നമ്മൾ പ്രാർത്ഥനയും അങ്ങനെ ഒരു തീർത്ഥാടന മനോഭാവത്തോടു കൂടി വരുമ്പോഴത്തേല് നമുക്കിങ്ങനെ ഈ വീഡിയോസ് എടുക്കുന്നതിനെ പറ്റിയൊന്നും വലുതായിട്ടൊന്നും നമ്മൾ ചിന്തിക്കത്തുമില്ല. വീഡിയോസ് അങ്ങനെ എടുക്കാനൊട്ട് ഒരു ഇത് തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇതെടുത്തിട്ടില്ല. ഇതാണ് കേട്ടോ വേളാങ്കണ്ണി പള്ളി. എല്ലാവർക്കും, ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ വേളാങ്കണ്ണിയിൽ പോകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ പള്ളിയുടെ പുറമൊക്കെയാണ് ഞങ്ങൾ ഇതാക്കിയത്. ഞങ്ങൾ പോയ അന്ന് ഞങ്ങൾ 5 പേരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ. പോയ അന്ന് ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ രാത്രി കുറച്ച് മഴ കുറഞ്ഞപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഈ പള്ളിയിലേക്കൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മാതാവ് ഒരു ബാലന് പ്രത്യക്ഷപ്പെട്ട കുളമാണ്. ആ കുളം ഇപ്പം കിണറിൻ്റെ രൂപത്തിൽ അവർ ഇപ്പം ഇങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാ കിണറിൻ്റെ അകത്ത് മാതാവിൻ്റെ രൂപം കാണുന്നതാണേ. മേളിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ ആ വേവ്സ് പോകുന്നുണ്ടോ, അതാണ് ഇതാണ് കിണർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുളമായിരുന്നു, ഇപ്പം അവർ കിണറായിട്ട് അങ്ങനെ സംരക്ഷിച്ചു പോകുന്നതാണ്. ഇത് ആ കിണറിനെ കുറിച്ചും മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചും ഉള്ള ആ സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരിതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലമാണ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേലും അത് അടച്ചുപോയി. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് മാതാവ് ബാലൻ്റെ അടുത്ത് വന്ന് എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ ഒരു ഇച്ചിരി പാല് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേല് അവൻ ഉള്ള പാല് കൊടുക്കുമ്പോഴേക്കും മാതാവ് ആ കുടം നിറച്ച് പാല് ഇതാക്കി കൊടുത്തിട്ട്, അവന് മുടന്തുണ്ടായിരുന്നു, ആ മുടന്തും മാറ്റി കൊടുക്കുന്നതാണ്. അതാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ തന്നെ വേറൊരു പള്ളിയാണ്, മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചാണ്. ഇതിന് ഇങ്ങനെ പില്ലേഴ്സ് ഒന്നും ഇല്ലാതെ, ബീംസ് ഒന്നും ഇല്ലാതെ ചെയ്തിരിക്കുന്ന ചർച്ചാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെയാണ് കുർബാനയൊക്കെ കണ്ടത്.
അപ്പം അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഈ പ്രാർത്ഥനകളും നേർച്ചകളൊക്കെ അർപ്പിക്കാൻ വേണ്ടി മെയിൻ പള്ളിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം പോകാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും